നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സലീം കുമാറിൻ്റെ വിയോഗം മലയാളക്കരയെ ഒന്നടങ്കം വേദനയിലാഴ്ത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി നിരവധി പേർ ഒഴുകിയെത്തുന്നു. സിനിമാ ലോകത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, പരിചയക്കാർ, ആരാധകർ ഒന്നടങ്കം അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2024 അദ്ദേഹം ഫേസ്ബുക്കിൽ തൻ്റെ പിറന്നാൾ ദിനത്തിൽ ഒക്ടോബർ 10 അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. മരണത്തിന് നിഴൽ തന്നെ എപ്പോൾ വേണമെങ്കിലും വിഴുങ്ങാമെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന കലാകാരനായിരുന്നു സലീം കുമാർ എന്ന് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. രോഗശല്യയിലായിരുന്നപ്പോഴും ചിരിയോടെ ജീവിതത്തെ നേരിട്ടു. മുൻപ് അതായത് 2024 ഒക്ടോബർ 14 തൻ്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം പങ്കുവച്ച ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെയധികം ശ്രദ്ധേയമാവുകയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ജീവിതമെന്ന മഹാസാഗരത്തിൽ ആയുസ് എന്ന വഞ്ചിയിലൂടെയുള്ള എൻ്റെ യാത്ര 54 കാതങ്ങൾ പിന്നിട്ട് 55ലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. ഇത്രയും കാതങ്ങൾ പിന്നിടുന്നതിന് എൻ്റെ സഹയാത്രികർ എനിക്ക് നൽകിയ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദി. ആയുസിൻ്റെ സൂര്യൻ പടിഞ്ഞാറോട്ട് ചരിഞ്ഞു കഴിഞ്ഞു. അസ്തമയം വളരെ അകലെയല്ല. ഈ മഹാസാഗരത്തിൽ എവിടെയോ എനിക്ക് വേണ്ടി ഒരു ചുഴി രൂപാന്തരപ്പെട്ടിരിക്കാം. അതിൽ അകപ്പെടുന്നത് വരെ എനിക്ക് ഈ വഞ്ചിയുമായി യാത്ര തുടർന്നേ പറ്റൂ. എൻ്റെ വഞ്ചിയിലാണെങ്കിലും ദ്വാരങ്ങളും വീണു തുടങ്ങി. അതിലൂടെ കയറിയ വെള്ളം കോരിക്കളഞ്ഞ് ഞാൻ യാത്ര തുടരുകയാണ്. എനിക്ക് എത്ര കാലം ഇതിലൂടെ ഇങ്ങനെ തുഴയാൻ പറ്റുമെന്നറിയില്ല. എന്നാലും ഞാൻ യാത്ര തുടരുകയാണ്. അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകണം. സ്നേഹപൂർവ്വം നിങ്ങളുടെ സലീം കുമാർ എന്ന് പറഞ്ഞാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് സലീം കുമാർ തൻ്റെ പിറന്നാൾ ദിനത്തിൽ പങ്കുവച്ചത്. 55 വയസ്സായപ്പോൾ അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിലെ വാചകങ്ങൾ അത് വേറെ വേദനാജനകമായി മാറിയിരിക്കുകയാണ്. സലീം കുമാറിൻ്റെ വൈകാരികമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് വലിയൊരു വേദനയാണ് നമ്മളെല്ലാവരിലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ മരണം അല്ലെങ്കിൽ താൻ കുറച്ചു കാലം കൂടി ഭൂമിയിലുള്ളൂ എന്ന് അദ്ദേഹം നേരിൽ കണ്ടതുപോലെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് വളരെ വേദനാജനകമായി മാറിയിരിക്കുകയാണ്. അസുഖബാധിതനായിരുന്നു അദ്ദേഹം കുറച്ചു കാലമായിട്ട്. ഉടൻ തന്നെ മരണം തേടിയെത്തും എന്ന ഒരു ബോധ്യം സലീം കുമാറിന് ഉണ്ടായിരുന്നു എന്ന് വേണം ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകാൻ. അതുമാത്രമല്ല, മരണത്തെ ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് കാണരുത് എന്ന് വേണോ. നമ്മളെല്ലാവരും മരിക്കാൻ നമ്മൾ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് ഒരിക്കലും കാണരുതെന്ന ആത്മവിശ്വാസം പകരുന്ന വാക്കുകൾ കൂടി പങ്കുവച്ച വ്യക്തിയാണ് സലീം കുമാർ. മരണച്ചുഴി രൂപപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും വഞ്ചിയിൽ വീണ ദ്വാരങ്ങളിലൂടെ അരിച്ചു കയറിയ വെള്ളം കോരിക്കളഞ്ഞ് അദ്ദേഹം ജീവിതത്തെ നേരിട്ടു എന്നതും അദ്ദേഹം തുഴഞ്ഞുകൊണ്ടേയിരുന്നു എന്നതും ഏറ്റവും വളരെ പ്രചോദനാത്മകമാണ്. തൻ്റെ രോഗത്തിൻ്റെ വേദനകളെ പോലും വളരെ തമാശയായിട്ട് അതിനെ താൻ എപ്പോഴും കാണാറുള്ളത് പോലെ അല്ലെങ്കിൽ തൻ്റെ കഴിവ് കലാകാരനാണ്. ആ ഒരു കല അദ്ദേഹം മരണത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം അത് പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്നാലും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പറവൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. മൃതസംസ്കാരത്തോട് സംബന്ധിച്ച മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കണമെന്ന് സലീം കുമാർ വീട്ടുകാരോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അസ്ഥി പുഴയിൽ ഒഴിക്കേണ്ടതില്ലെന്നും അദ്ദേഹം കുടുംബത്തോട് പറഞ്ഞിരുന്നു. പറവൂരിലെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ് മൃതദേഹം. സാംസ്കാരിക ലോകത്തെ പ്രമുഖരടക്കം നിരവധി പേരാണ് സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ടൗൺ ഹാളിലേക്ക് എത്തുന്നത്. ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പൊതുദർശനം. സംസ്കാരം വീട്ടുവളപ്പിൽ അല്പസമയത്തിനകം നടക്കും. എന്തായാലും വളരെ വേദനാജനകമായ സന്ദർഭമാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറവൂരിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സലീം കുമാറിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നലെ രാത്രി 10:45 മരണം സംഭവിച്ചത്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ജോഡികളിൽ ഒന്നാണ് സലീം കുമാർ ദിലീപ് ജോഡി. തെങ്കാശിപ്പട്ടണം, CID മൂസ, അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ഇരുവരും ചിരിപ്പിക്കുകയുണ്ടായി. ഈ ഒരു കൂട്ടുകെട്ട് നമുക്ക് വലിയ പച്ചക്കുതിര പോലുള്ള സിനിമകളൊക്കെ നമുക്ക് ഈ ഒരു രണ്ടുപേരെ കൂട്ടായിട്ട് ഒരുപാട് കോമഡികൾ സമ്മാനിച്ചതാണ്. എന്തായാലും സലീം കുമാറിന്റെ ചേതനയേറ്റ ശരീരത്തിനരികിലേക്ക് ദിലീപും എത്തിയിരിക്കുകയാണ്. ദിലീപിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വിങ്ങി പൊട്ടുന്ന മനസ്സോടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മരണം ദിലീപിനെ തളർത്തിയെന്നത് ആ വീഡിയോയിൽ വ്യക്തമാണ്. കല്യാണരാമൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ സലീം കുമാറിന്റെ തമാശകൾ കേട്ട് ക്യാമറയ്ക്ക് മുന്നിൽ ചിരി മറച്ചു പിടിക്കാൻ പ്രയാസപ്പെട്ട ആളാണ് ദിലീപ്. ഇന്ന് സിനിമയിൽ ആ രംഗമുണ്ട്. പക്ഷേ ഇപ്പോൾ സലീം കുമാറിന്റെ മൃതദേഹത്തിന് മുന്നിൽ കരച്ചിലടക്കി പിടിക്കാൻ ശ്രമിക്കുന്ന ദിലീപിനെയാണ് കാണുവാൻ സാധിക്കുന്നത്. സിനിമാ ബന്ധത്തിനപ്പുറമായിരുന്നു ദിലീപും സലീം കുമാറുമായുള്ള ബന്ധം. ഒരേ കോളേജിൽ പഠിച്ചവർ, വന്ന വഴി സമാനമായി മിമിക്രിയിലൂടെ തന്നെ. പക്ഷേ സിനിമകളിൽ ദിലീപിനെ സലീം കുമാറിനെ അടുപ്പിച്ചത് റാഫി മെക്കാർട്ടിൻ സംവിധാനം ചെയ്ത തെങ്കാശിപ്പട്ടണം എന്ന ചിത്രമാണ്. അതിനുശേഷം ദിലീപിന്റെ ഭാഗ്യമായി മാറുകയായിരുന്നു സലീം കുമാർ. ഇരുവരും
ഇരുവരും ഒന്നിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകൾ. ഈ പറക്കും തളിക, സൂത്രധാരൻ, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, ഗ്രാമഫോൺ, CID മൂസ, തിളക്കം, രസികൻ, പാണ്ടിപ്പട, ലയൺ, പച്ചക്കുതിര, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, കാര്യസ്ഥൻ തുടങ്ങി ദിലീപ് ഏറ്റവും കൂടുതൽ ചെയ്ത ഭ വരെ സലീം കുമാറിന്റെ സാന്നിധ്യമുണ്ട്. എന്തും പരസ്പരം പങ്കുവയ്ക്കുന്ന, ഏതവസ്ഥയിലും കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളാണ് ഇരുവരും. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് പിന്തുണ അറിയിച്ച് സലീം കുമാർ രംഗത്തെത്തിയതും ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. ദിലീപിനെ തകർക്കാൻ ശ്രമിച്ചതാണെന്നായിരുന്നു സലീം കുമാറിന്റെ വാക്കുകൾ. ഞാനത് ചെയ്തിട്ടില്ല എന്ന് ദിലീപ് മക്കളെ പിടിച്ച് സത്യമിടുമ്പോൾ അത് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ നടനാണ് ദിലീപ് എന്നും സലീം കുമാർ പറഞ്ഞു. കൂടെയുള്ളവർ ഓരോരുത്തരായി പോകുമ്പോഴുള്ള ദിലീപിന്റെ അവസ്ഥ അത് കണ്ടു പ്രേക്ഷകർക്കും അത് വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ ഇതിനു മുൻപ് ദിലീപ് വേദന കടിച്ചമർത്തി നിന്നത് ഇന്നസെന്റിന്റെ മൃതദേഹത്തിന് മുന്നിലാണ്. കലാഭവൻ മണിയുടെ മരണവും ദിലീപിന്റെ വ്യക്തി ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും വലിയ വേദനയാണ് സൃഷ്ടിച്ചത്. അതേസമയം കോൺഗ്രസ് തൻ്റെ രാഷ്ട്രീയം തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ലാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. അതായത് തൻ്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞപ്പോൾ എതിർ രാഷ്ട്രീയത്തിലുള്ളവരിൽ നിന്നും പരിഹാസങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു നടൻ കൂടിയാണ് സലീം കുമാർ. ഇപ്പോഴിതാ പാലക്കാട് മുൻ MLA രാഹുൽ മങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. രാഹുൽ എന്താണ് പറഞ്ഞതെന്ന് കൂടി നോക്കാം. അത്രയും പ്രിയപ്പെട്ട ഒരാൾ കൂടി വിടവാങ്ങി. സലീമേട്ടൻ ആശുപത്രിയിലാണെന്നും നില ഗുരുതരമാണെന്നും അറിഞ്ഞപ്പോഴും മനസ്സൊരിക്കലും ആ അവസാന വാർത്തയെ സ്വീകരിച്ചിരുന്നില്ല. കാരണം ജീവിതത്തിൽ പലതവണ മരണത്തെ മുഖാമുഖം കണ്ടിട്ടും ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ അതിനെ ഒരു ചെറു ചിരിയോടെ തോൽപ്പിച്ച് തിരിച്ചു വന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇത്തവണയും സലീമേട്ടൻ തിരിച്ചു വരുമെന്ന വിശ്വാസം എവിടെയോ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ മരണം ജയിച്ചു, നമ്മൾ തോറ്റു. ചില മനുഷ്യരുടെ മരണ വാർത്തകൾ കേൾക്കുമ്പോൾ അതൊരു വ്യക്തിയുടെ മരണം മാത്രമായി തോന്നില്ല, നമ്മുടെ ജീവിതത്തിലെ ഒരു കാലഘട്ടം കൂടി അവസാനിച്ചതുപോലെ തോന്നും. ഇന്ന് എനിക്ക് അങ്ങനെ തോന്നുകയാണ്. കറകളഞ്ഞ കലാകാരൻ, അസൽ കോൺഗ്രസ്സുകാരൻ, ഈ രണ്ട് വാക്കുകളിൽ സലീമേട്ടനെ അടയാളപ്പെടുത്താം. കലാകാരൻ എന്നാൽ ഇടതുപക്ഷക്കാരനായിരിക്കണമെന്ന വ്യാജ പൊതുബോധത്തെ തൻ്റെ ജീവിതം കൊണ്ട് നിലപാടുകൾ കൊണ്ടും ചോദ്യം ചെയ്ത മനുഷ്യൻ. കോൺഗ്രസിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലും ഒരു മടിയും കൂടാതെ ഞാൻ കോൺഗ്രസ് ആണെന്ന് ഉറക്കെ പറഞ്ഞ അപൂർവ വ്യക്തിത്വം. രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾ നോക്കാതെ തൻ്റെ വിശ്വാസങ്ങളോട് ചേർന്ന് നിന്ന മനുഷ്യൻ. 10 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് അധികാരത്തിലെത്തുകയും ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തതിൻ്റെ സ്വീകരണ പരിപാടിയിലാണ് അദ്ദേഹം അവസാനം പങ്കെടുത്തത്. ആ സന്തോഷത്തിൻ്റെ ആഘോഷങ്ങളിൽ ഒരു സാധാരണ പ്രവർത്തകന്റെ ആവേശത്തോടെ പങ്കുചേർന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇനിയും ഒരുപാട് നല്ല ദിവസങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്ന് തോന്നിയിരുന്നു. ആയുസ് അല്പം കൂടി അനുവദിച്ചിരുന്നെങ്കിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് കലാകാരന്റെ മുഖമായി ഒരു ഉന്നത സ്ഥാനത്ത് അദ്ദേഹത്തെ കാണാമായിരുന്നു. വിധിക്ക് പക്ഷേ മറ്റൊന്നായിരുന്നു തീരുമാനം. മലയാള സിനിമയിൽ ഹാസ്യം പലരും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹാസ്യത്തിന് ഒരു പുതിയ ഭാഷയും ശൈലിയും ആത്മാവും നൽകിയവരിൽ മുൻനിരയിൽ സലീമേട്ടനുമുണ്ട്. നമ്മളെ ചിരിപ്പിച്ച ഓരോ കഥാപാത്രത്തിനുള്ളിലും സമൂഹത്തെ കാണാനുള്ള ഒരു കണ്ണും ജീവിതത്തെ വായിക്കാനുള്ള ഒരു ബുദ്ധിയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. മലയാള സിനിമയിൽ ഒരു സലീം കുമാർ സ്കൂൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നീട് വന്ന എത്രയോ കലാകാരന്മാർ ബോധപൂർവമോ അബോധപൂർവമോ ആ വഴിയെ പിന്തുടർന്നു. എനിക്ക് വ്യക്തിപരമായി സലീമേട്ടൻ ഒരു കലാകാരൻ മാത്രമായിരുന്നില്ല, സന്തോഷ സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളും ഒരുപോലെ ആശ്വാസം പകർന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു ഫോൺ കോൾ മതി പൊട്ടിച്ചിരിയിൽ തുടങ്ങി പൊട്ടിച്ചിരിയിൽ അവസാനിക്കുന്ന സംഭാഷണങ്ങൾ. എത്ര വലിയ സമ്മർദ്ദത്തിനിടയിലായാലും ആ ചിരിയിൽ നിന്നൊരു ഊർജ്ജം കിട്ടുമായിരുന്നു. ചില മനുഷ്യർ അങ്ങനെയാണ്, അവർ കടന്നു വരുമ്പോൾ വെളിച്ചം കൂടുന്നത് പോലെ തോന്നും എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.